ഒരു സെറ്റപ്പ് ഫോം ചെയ്ത് അതൊന്ന് പ്രോപ്പർ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ടൈം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ, ഗുഡ് തിങ്സ് ടേക്സ് ടൈം അല്ലെ. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ അതിൻ്റെതായ സമയമുണ്ട്. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പല പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചിരുന്ന ടൈമിലല്ല നടന്നിട്ടുള്ളത്. ദാറ്റ് ഡസന്റ് മീൻ അത് നമുക്ക് നടക്കത്തില്ല എന്നല്ല, ഇറ്റ് ഹാപ്പൻസ്. അത് എന്തുകൊണ്ട് നടക്കും, പക്ഷെ അതിന് അതിൻ്റെതായ ടൈം എടുക്കുമെന്നതാണ് സത്യം. അപ്പൊ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ട്രേഡിംഗിൽ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കാം, സെറ്റപ്പ് ഉണ്ടായിരിക്കാം, എന്നിട്ട് നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യാതെ ഒരു ട്രേഡ് എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് അവിടെ ഒരു യൂസ് കേസ്? പിന്നെ നിങ്ങൾ എന്തിന് ആ ഒരു എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യണം? ഫസ്റ്റ് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, റാൻഡമായിട്ട് ട്രേഡ്സ് എടുത്താൽ മതി. നിങ്ങൾ കുറെ കാര്യങ്ങൾ നോക്കി, കുറച്ച് കാര്യങ്ങൾ കൺഫർമേഷൻ എടുത്ത്, എന്നിട്ട് ആ ട്രേഡ് എക്സിക്യൂഷൻ വരുന്നതിന് മുന്നേ ചാടി കയറി എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു ഇഷ്യൂ ആണ്. സ്വന്തമായി മൈൻഡിനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അത്. ഡിസിഷൻസ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് ചെയ്യേണ്ടത്? പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചർ ചെയ്യുക. സ്ട്രക്ചർ ഇൻ ദ സെൻസ്, അതായത് ഇന്നതാണ് നിങ്ങളുടെ റൂൾസ് എങ്കിൽ ഇന്നതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി എങ്കിൽ അതിലുപരി നിങ്ങൾ ഒരു ട്രേഡ്സും എക്സിക്യൂട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു സെറ്റപ്സും എടുക്കില്ല എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഉറപ്പുവരുത്താം. കാരണം അത് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് അവസാനം വെറുതെ ട്രേഡ് എടുക്കാനാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കണ്ണടച്ച് ട്രേഡ് എടുക്കുക, പോവുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റപ്പ് യുവർ റൂൾസ്, ഫോളോ ദാറ്റ്. ഓക്കെ, ബൈ.